ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് പ്രണയിക്കുന്നവരുടെ ദിവസമാണ്. വയനാട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും 1000 വാലന്റൈൻസ് ഡേ ആശംസകൾ നേരെയാണ്. അപ്പോൾ നമ്മൾ പ്രണയിക്കാത്തവരായിട്ട് ഭൂമിയിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നമുക്ക് നൽകിയിട്ടുള്ള വികാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വികാരമാണ് പ്രണയം. പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വർഷത്തിലൊരു ദിവസം, ആ ദിവസം ഇന്നാണ്. അപ്പൊ ഈ ദിവസത്തിൽ ഞാൻ എത്തിയിട്ടുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ പാർട്ട്ണർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നമുക്ക് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആ പാട്ട് ഏതാണെന്ന് ചോദിക്കുക, അത് ഷെയർ ചെയ്യുക. അങ്ങനെ മ്യൂസിക്കുമായിട്ട് ഒരുപാട് ബന്ധം പ്രണയത്തിനുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രണയ ദിനത്തിൽ തന്നെ നിങ്ങൾ പലരും പല മെസ്സേജസും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിലൊക്കെ സംഗീതം നിങ്ങൾ അറിയാതെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ സംഗീത രംഗത്ത്, മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ് ഇന്ന് നമുക്കൊപ്പം എത്തിയിട്ടുള്ളത്. ഈ വാലന്റൈൻസ് ഡേയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ നല്ല പ്രണയ ഗാനങ്ങൾ നമുക്ക് പാടിത്തരാനൊക്കെ ആയിട്ട് നമ്മുടെ വയനാടിൻ്റെ സ്വന്തം നക്ഷത്ര സന്തോഷ്. നക്ഷത്ര, ഹലോ, സുഖല്ലേ? സുഖം. ഇപ്പൊ നമ്മള് ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മള് കാണുന്നത് അല്ലെ? അപ്പൊ ആദ്യം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ ഈ ഇയറിൽ ഫസ്റ്റ് നക്ഷത്രനോടാണ് പറയുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. നക്ഷത്ര ഇതിപ്പോ എത്രാമത്തെ ആളോടാണെന്ന് പറയുന്നത്? ഇല്ല, ഫസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നക്ഷത്രയുടെ അഭിപ്രായം എന്താണ് പ്രണയത്തെ കുറിച്ച്? വളരെ നല്ലൊരു ഇതാണ്. ഇത് വളരെ നല്ലൊരു ഇതാണ് എന്ന് പറയുന്ന പോലെ സുരാജ് പറയണ. അല്ല, സീരിയസ്ലി എന്താണ് പ്രണയത്തെ? പ്രണയം ഭയങ്കര നല്ലൊരു ഇതല്ലേ? എന്താണെന്ന് പറയും. ഇത് നല്ലൊരു ഇതല്ലേ? അതാണ്. അത് ഇത് വേണ്ട, ഇതല്ലാതെ എന്തെങ്കിലും പറയും. വളരെ നല്ലൊരു ഫീലാണ്. ആൻഡ് പ്രണയിക്കാത്തവരായി ആരുണ്ട്? അതെ അതെ, തീർച്ചയായും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പ്രണയിച്ചൊക്കെ നടക്കുന്നതിനിടയിൽ പലരും കയറി വലിയ കാര്യങ്ങളും വലിയ രഹസ്യങ്ങളൊക്കെ കൈമാറുക ഇതേപോലുള്ള കോഫി ഷോപ്പിലും റെസ്റ്റോറൻറ്റിലും ഒക്കെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മേപ്പാടി ബ്രോസ്റ്റ് സെക്കൻഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നല്ല ഫുഡാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ നമ്മളിരിക്കുമ്പോ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അതിൽ അധികം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നക്ഷത്രമൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് തല ആട്ടിയല്ലോ, അതെങ്ങനെയാണ്? അങ്ങനെ മൂവീസിലൊക്കെ കണ്ട എന്നെ പോലെ തന്നെയാണ്. ആയിക്കോട്ടെ. അപ്പൊ നക്ഷത്രയുടെ ഇപ്പൊ ആരെങ്കിലും ഒരാള് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ ഒരു പ്രണയ ദിനത്തില് അങ്ങനെ പ്രണയ അഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ നക്ഷത്ര ഏത് രീതിയിലാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ അയാൾ എങ്ങനെയാന്നൊക്കെ നോക്കണല്ലോ. എനിക്ക് കുറെ കാലമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ പെട്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ആലോചിക്കും, അമ്മയോട് ചോദിക്കും. അമ്മയോട് ചോദിക്കുവോ? അപ്പൊ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞാല് അങ്ങനെ പറയില്ല. ഇല്ല, അമ്മ ഓക്കെയാണ്. അമ്മ എന്റെ മമ്മിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഞാൻ എല്ലാ അമ്മേനോട് ഡിസ്കസ് ചെയ്യാറില്ല. ഓക്കെ. അപ്പൊ നക്ഷത്രം വന്ന സ്ഥിതിക്ക് നമ്മൾ ലവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പൊ തുടങ്ങിയത്, നിങ്ങൾ കണ്ടത് ചെറുത്, ഇനി കാണാൻ പോകുന്നത് നിജം. ആയിക്കോട്ടെ. അപ്പൊ പാട്ട് ഏതാണ്? ആദ്യത്തെ ലവ് സോങ് ഏതാണ്? ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ടുണ്ട്. ഇല്ലാതെ ഊരിലെ അടിയാൻ പൂ കേൾപ്പതില്ലേ, പെൺ ഇല്ലാതെ ഊരിലെ കൊടിതാൻ പൂ പൂപ്പതില്ലേ, ഉൻപുടவை முந்தானே சாய்ந்ததில் இந்த பூமி பூ பூத்தது, இது கம்பன் பாடாத சிந்தனை உந்தன் காதோட யார் சொன்னது, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമ്മളിത് എത്രയോ വർഷം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, പുതുവെള്ളൈ മഴ.
ഇപ്പോഴും നമുക്ക് അതിന്റെ ഒരു അനുഭൂതി മാറിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ലവ് സോങ്സ് ആണ് കൂടുതൽ കേൾക്കാറുള്ളത്? അങ്ങനെ എപ്പോഴും കേൾക്കാറുള്ളത് അങ്ങനത്തെ പാട്ടുകളാണ്, എല്ലാ പാട്ടുകളും. ലവ് സോങ്സ്. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ ലവ് സോങ്സ് ആയിട്ട് പറയാൻ പറ്റും? അങ്ങനെ പറയാനാണെങ്കിൽ കുറച്ചധികം ഉണ്ടാവും. പിന്നെ എത്രയോ ജന്മമായി എല്ലാവർക്കും ഇഷ്ടമുള്ള. അതെ അതെ. പിന്നെ നമ്മുടെ സയ്യാവേ എന്ന പാട്ടിലെ കണ്ണും കണ്ണും, പിന്നെ ഒരു മെഴുതിരിയുടെ വിശുദ്ധന്റെ പാട്ട്, പിന്നെ കുറെ പാട്ടുകളുണ്ട്, എണ്ണിയാൽ തീരില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെ പാട്ടുകളൊക്കെ അങ്ങനെ നിൽക്കട്ടെ, അതല്ലാതെ നക്ഷത്രയുടെ ഒരു പ്രണയ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയൂ. പ്രണയിച്ചപ്പോ ഉണ്ടായിരുന്ന അനുഭവം? ഇല്ല. അപ്പൊ ഇന്ന് ചെറിയ അനുഭവത്തിൽ നിന്ന് ഹാപ്പിയാണോ അതോ? ഹാപ്പി അല്ല, ഒരിക്കലും അല്ല. പുള്ളിന്ന് കുറെ സംഗതികൾ വരാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പി അല്ല. അപ്പൊ എന്താണ്, എങ്ങനെ നമ്മൾ പ്രണയിക്കുന്ന ഒരാള് ഏത് രീതിയിൽ നമ്മളോട് പെരുമാറണം എന്നൊക്കെയാണ് നക്ഷത്രയുടെ ഒരു ആഗ്രഹം? എങ്ങനെയൊക്കെയാണ്? ഏത് രീതിയിലാന്ന് ചോദിച്ചാ നമ്മളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് എന്റെ കരിയർ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരാൾ, മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ അതിന്റെ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾസും പിന്നെ അതേപോലെ നമ്മുടെ വർക്ക് പ്രഷർ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ആളായിരിക്കണമെന്നുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് ഒരുപാട് ദേഷ്യമുള്ള ആൾക്കാരെ ഒട്ടും ഇഷ്ടമല്ല. നോ, ബിഗ് നോ. എനിക്ക് അതാണ് ഏറ്റവും വലിയ കൺസേൺ. എനിക്ക് ദേഷ്യമുള്ള ആൾക്കാർ എനിക്ക് പറ്റില്ല. ഞാൻ ഭയങ്കര കൂളാണ്, എനിക്കും കൂളായിട്ടുള്ള പിന്നെ എപ്പോഴും തമാശയൊക്കെ പറയുന്ന ജോളി ആയിട്ടുള്ള ആളായിരിക്കണം. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കണം. ബിക്കോസ് ഐ ലവ് ട്രാവലിംഗ്. ഞാൻ ലവ് ചെയ്യുന്നു, പക്ഷെ ഞാൻ അങ്ങനെ എവിടെയും പോയിട്ടില്ല. ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ അങ്ങനെ ഒരു നല്ല പാർട്ട്ണറെ കിട്ടിയാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ. ഓക്കെ. പിന്നെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം. എന്റെ അച്ഛന് സിനിമ കാണാൻ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ എപ്പോഴും പറയും, നീ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം. അച്ഛന് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഇഷ്ടമല്ല. അച്ഛൻ ഫുള്ള് ഫോണിലോ അല്ലെങ്കിൽ ടിവിയിലൊക്കെ കാണും. അങ്ങനെ OTT ആരാധകനാണോ അച്ഛൻ? അച്ഛൻ ഈ എന്താ പറയാ, തിയേറ്ററിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കാണുന്ന കുറെ പേരുണ്ട് അങ്ങനെ. അത്രയും സമയം നമ്മൾ അമ്മയ്ക്കും എനിക്കൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മേന്റെ ഒരു കഷ്ടകാലം ഞാൻ എന്തായാലും കണ്ടുപിടിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കഷ്ടകാലം നമുക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നും സിനിമ കാണാൻ. അപ്പൊ ഈ സിനിമയിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രണയ ജോഡിയായിട്ട് നക്ഷത്രയ്ക്ക് തോന്നിയിട്ടുള്ള ആരൊക്കെയാണ്? അവര് ഒരു കെമിസ്ട്രി, ഇപ്പൊ മോഹൻലാൽ ശോഭന അങ്ങനെയൊക്കെ പറയില്ലേ, ഷാറുഖ് ഖാൻ, സീതാരാമൻ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അവരുടെ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. ഓക്കെ. നക്ഷത്രം അങ്ങനെ പ്രണയിച്ചിരുന്ന സമയത്ത് ഹാപ്പി അല്ല എന്ന് പറഞ്ഞല്ലോ, അന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള പാട്ട് ഏതാണ്? അല്ലെങ്കിൽ ഇപ്പോഴും പുള്ളീനെ ഒരു പാട്ട് കേൾക്കുമ്പോ പുള്ളീനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഏത് പാട്ടാണത്? ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല. എന്നാലും ഒരു ക്ലൂ എങ്കിലും പറയില്ല. ഇല്ല, പറയില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ എത്ര പ്രണയിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പലരുടെയും ലൈഫിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഇപ്പൊ പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോ എങ്ങനെയാണ് പ്രണയത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിപ്പോ പ്രണയിച്ച് കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും രണ്ടിലും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. അതിപ്പോ എനിക്ക് തോന്നുന്നു, ഇപ്പം രണ്ടുപേര് പ്രണയിക്കുന്ന സമയത്ത് ചിലപ്പം അവര് കുറെയൊക്കെ അവരുടെ നല്ല സൈഡ് മാത്രമായിരിക്കും പാർട്ട്ണറിന്റെ അടുത്ത് എക്സ്പോസ്ഡ് ആവുള്ളൂ. പക്ഷെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയാ, അവർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് പിന്നെ അഭിനയിക്കാനോ അല്ലെങ്കിൽ അവരുടെ ദേഷ്യം മറച്ചു വെക്കുക അങ്ങനത്തെ ഇതൊന്നും നടക്കില്ലല്ലോ, എപ്പോഴും ഒരുമിച്ചല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ മനഃപൂർവ്വം പ്രേമിച്ച സമയത്ത് ഒരു സ്വഭാവം, അങ്ങനെ അത് കഴിഞ്ഞ് വേറെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാജുവലി അങ്ങനെ ആയി പോകുന്നതായിരിക്കും. പക്ഷെ ഇതിപ്പോ അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രശ്നമുണ്ട്. ഓക്കെ. പക്ഷെ എങ്കിൽ കൂടെ അറേഞ്ച്ഡ് ആകുമ്പോൾ അത് മറ്റുള്ളവരുടെ പ്രേരണ, ഇത് പ്രണയം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ പ്രണയിച്ചതിന് ശേഷം വിവാഹം കഴിച്ചിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഇത് കൂടുതലല്ലേ? അത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. രണ്ടിലും ഈക്വൽ ആണ്.
പോലെയല്ലേ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറേഞ്ച്ഡ് മാരേജ് അത്ര താല്പര്യമില്ല. ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു അറേഞ്ച്ഡ് മാരേജിലാണ് കുറേയും കൂടെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കാരണം രണ്ടുപേര് അധികം അറിയാത്ത ആളുകളായിരിക്കും പേരൻസിന്റെ ഒരു ഇതുകൊണ്ട് ഇപ്പം കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു അങ്ങനെയല്ലേ. പക്ഷെ വേറെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് നേരത്തെ അറിയായിരിക്കും. ഇപ്പൊ ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ലവ് മാരേജ് കൊണ്ട്. പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ. ഉറപ്പിച്ച ഒരു മട്ടാണ് എനിക്ക് ഒരു മണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലവ് മാരേജ് ചെയ്യുള്ളൂ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എനിക്ക് ഒരിക്കലും പറ്റില്ല. പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെയാ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിക്കുക? പെട്ടെന്നല്ല. ഇപ്പൊ 2 മാസം സമയം തരാന്ന് പറഞ്ഞാലും ഞാൻ ഈ സിനിമയൊക്കെ കാണുമായിരിക്കും നിങ്ങൾക്ക് പരിചയപ്പെടാൻ 2 മാസം സമയമുണ്ടെന്നൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെ ലോജിക്ക് എന്താ. തീർച്ചയായും നമ്മൾ അറിയാതെ സംഭവിച്ചു വരേണ്ട അതെ അതെ അതെ. ഗ്രാജുവലി നമ്മൾ ഒരാളുടെ അടുത്ത് ഇഷ്ടത്തിലാവേണ്ട അതൊരു പ്രോസസ് അല്ലേ. പെട്ടെന്ന് ഇപ്പൊ ഒരാളെ കണ്ട് നീ ഇവനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളതൊരു പുഴ പോലെ ഒരു കവിത പോലെ ഒരു പാട്ട് പോലെയൊക്കെ സംഭവിക്കേണ്ട ഒന്നാണല്ലേ. അപ്പൊ ഇനി ഏത് പാട്ടാണ്? ഇനി ഏത് പാട്ടാ വേണ്ടേ? മലയാളം വേണോ ഹിന്ദി വേണോ? തമിഴ് മതി. തമിഴ് മതി. AR റഹ്മാൻ സാർ തന്നെ ആയിക്കോട്ടെ. റഹ്മാൻ സാറിന്റെ പാട്ട്. ഇതുവരെക്കും തനിയായ മനസ്സാലയ വിട്ട് എതിർപ്പാരാ നേരത്തല ഇതഴത്തല വലയ വിട്ടായി നീ வந்து போய அந்த அலைகளை போல வந்த கையில மாட்டிக்கவே வளையல போல ஓ கண்ணு கேட்டு அழக வர காத்திரதா கொஞ்சம் உன்னை எப்படி திண்டாலும் தித்திக்குமே நெஞ்சம் இன்னும் கொஞ்ச நேரம் இருந்தாதா அவசரம் நில பொண்ணு இன்னும் கொஞ்ச நேரம் இருந்தாரா என்ன அவசரம் நில பொண்ணு இன்னும் பேசக்கூட தொடங்கல நெஞ்சம் கொஞ்சம் நிறையல் இப்போ என்ன விட்டு போகாது இன்னும் பேசக்கூட தொடங்கல நெஞ்சம் கொஞ்சம் நிறையல இப்ப மழை போல நீ வந்த கடல் போல நான் നിറവേ. ഓ രോമാഞ്ചം കണ്ടില്ലേ? പൊള്ളിട്ടോ. എന്നോട് നീ ചോദിക്കുകയാണെങ്കിൽ നക്ഷത്ര ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ലവ് ഓർമ്മകളുള്ള ഒരു പാട്ടാണ് ഇപ്പൊ പാടി. ശരിക്കും സത്യം ഓർമ്മ പറയില്ല. ഓർമ്മ പറയില്ല പക്ഷെ ഭയങ്കര. ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇല്ല. എന്തുകൊണ്ടാണ്? പേഴ്സണലി എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം നമ്മളിപ്പോ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുമ്പം അങ്ങനെ അല്ല, പലരും ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകളോടൊക്കെ പലരും ഈ തലമുറയിൽ പെട്ടിട്ടുള്ള ആളുകൾ എന്റെ ഇഷ്ടം അത് അതിനോട് അത്ര യോജിപ്പില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരോട് എനിക്ക് എതിർപ്പില്ല. അവരുടെ ഇഷ്ടം. പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇപ്പൊ ഒരാൾക്കൊരു എന്താ പറയാ വേണ്ട നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പെട്ടെന്ന് ഒരു ഇതും ഇല്ലാണ്ട് പിന്നെ നിർത്തിപ്പോ അങ്ങനെ ഇമോഷണലി ഒരു ഇത് ഇതില്ലാതെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിനൊക്കെ ചൂസ് ചെയ്യുന്ന. ഇപ്പൊ അതൊക്കെ സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എങ്ങനെയാണ് ഒരു അഭിപ്രായം ഇല്ല. അതെന്തോ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങനെ വേറൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റുക? എനിക്കൊരിക്കലും അതിനോടൊരു അഭിപ്രായം ഇല്ല ഗൈസ്. ഒരാളിൽ തന്നെ നമ്മള് എന്താ പറയാ തളച്ചിടപ്പെടുന്നതാണോ? തളച്ചിടാതെ ഇത് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരാളെ തളച്ചിടാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് നമുക്ക് ഇഷ്ടം തോന്നിയാൽ പിന്നെ നമുക്ക് തോന്നില്ല വേറെ ആരോടും. അത് ശരിക്കും ഉള്ള ഇഷ്ടമാണെങ്കിൽ ചിലപ്പോ വേറെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചിലപ്പോ കൊള്ളാലോ എന്നൊക്കെ ചിലപ്പോ തോന്നിയിരിക്കും. പക്ഷെ ഇയാളെ മാറ്റിട്ട് ഇയാളെ നോക്കണം അങ്ങനെയൊന്നും ഒരിക്കലും തോന്നില്ല. അത് ഇഷ്ടം ശരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് തോന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ശരിക്കുള്ള ശരിയായ ഇഷ്ടങ്ങളാണ് ഉണ്ടാവേണ്ടത്.
അങ്ങനെയല്ലേ? അല്ലാതെ ഇപ്പം ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് 2 ദിവസം കണ്ടിട്ട് എനിക്ക് വേണ്ട, എനിക്ക് അവനെ മതി, അത് സെറ്റ് ആവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കുറെ പേരില്ലേ അല്ലേ? അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? നക്ഷത്രമൊക്കെ ഉണ്ടോ അങ്ങനെ? ഇപ്പൊ അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് എല്ലാരും ബ്രേക്കപ്പ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇപ്പൊ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് അവനെ വേണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ. പിന്നെ തേപ്പ് കുറച്ച് കൂടുതലാണ് പെൺകുട്ടികളിൽ പൊതുവെ പറയാറുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? തേപ്പ് എന്ന് പറയുന്ന സംഭവം അത് വളരെ കാര്യമാണ്. അത് ആദ്യം ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യമേ ചിന്തിക്കണം വരുന്ന കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ചിട്ട് പിന്നെ അതിന് മുമ്പേ നിർത്തിയ നല്ലതായിരിക്കും. കാരണം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ നിർത്തുമ്പം അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാം ആലോചിച്ച് ഇത് നടക്കോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം പ്രണയിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഒരാളെ കണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുഴ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തനിയെ തീരുമാനം എടുക്കാനുള്ള ധൈര്യമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. നക്ഷത്രയ്ക്ക് അങ്ങനെ ധൈര്യമുണ്ട്. എന്റെ വീട്ടുകാർ ഭയങ്കര ലിബറൽ ആണ്. അവർ എന്റെ ഇഷ്ടത്തിനൊന്നും ഒരിക്കലും, ഞാൻ ചൂസ് ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു മോശം ആളാവില്ല. അത് എനിക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു നോ ഉണ്ടാവില്ല ഒരിക്കലും. ഞാൻ ഓപ്പൺ ആണ് എന്റെ റിലേഷൻ. ഇപ്പൊ അങ്ങനെ ഒരാളെ ഇപ്പൊ നിലവിൽ നക്ഷത്ര കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണ്? ഉറപ്പായിട്ടില്ല. സത്യം? സത്യമായിട്ടും ഇല്ല. ഉറപ്പാണ്? വേണമെങ്കിൽ എന്റെ അമ്മയോട് നോ. അങ്ങനെ ഒരാള് വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ വരട്ടെ. അപ്പൊ നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തവണ നക്ഷത്രം പാടാൻ സാധ്യതയുള്ള ഒരു പാട്ട് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ നമുക്ക് കേൾക്കാം. ഏത് പാട്ടാണ്? ഒരു ഹിന്ദി ആയിക്കോട്ടെ. നേരത്തെ നമ്മൾ ഹിന്ദി പറഞ്ഞ പകുതിയിൽ നിർത്തിയാണല്ലോ. ഹിന്ദി. ഓക്കെ. ना कुछ पूछा ना कुछ मांगा, तूने दिल से दिया जो दिया, ना कुछ बोला ना कुछ तोला, मुस्कुरा के दिया जो दिया, तू ही धूप तू ही छाया, तू ही अपना पराया, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, रब ने बना दी जोड़ी പൊളി. ഇന്ന് എനിക്ക് ഭയങ്കര, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ ഉണ്ടാകുന്നത്. ഇത്രയും പ്രണയ ഗാനങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടേ ഇത് ഒരു ഫുൾ പാക്കേജ്, ഫുൾ എന്താ പറയുക, കിട്ടിയതുപോലെയാണ്. എല്ലാം ഉണ്ട്, അവിയൽ പോലെയാണ്. തമിഴ്, മലയാളം, ഹിന്ദി, നമുക്ക് ഇഷ്ടമുള്ളത് പുതിയത് പഴയത് ഒരു പക്ഷഭേദം ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വേറെ ചോദിക്കാനുള്ളത്, ചോദിക്കാനല്ല പറയാനുള്ളത്, നക്ഷത്ര ബാന്ദ്രയിലെ പാട്ട് ഒരു രക്ഷയില്ലായിരുന്നു. മൊത്തം അടിച്ചു പൊളിച്ച് തകർത്ത്. ബാന്ദ്ര കണ്ടില്ലേ? ബാന്ദ്രയിലെ അവരുടെ ഒരു ലവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബാന്ദ്ര സിനിമയെ കുറിച്ച് പല അഭിപ്രായം ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രണയരംഗങ്ങളൊക്കെ നല്ല ക്ലാസ് ആയിട്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് എല്ലാവരും അവരുടെ പാട്ട് ക്ലിയർ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമന്ന മാം ആണെങ്കിലും മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് പോലും അവർ അത്രയും ലിപ്സിങ്ക് ഒക്കെ ആണെങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് തോന്നി എനിക്ക് അവരുടെ കെമിസ്ട്രി ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് തോന്നി. പിന്നെ വേറെ ഏതെങ്കിലും സിനിമകളിൽ വേറെ ബാന്ദ്ര അല്ലാതെ വേറെ ഏതൊക്കെ മൂവീസിലാണ്? ഫിനിക്സ് ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയത് ഇപ്പൊ ഈ മലയാളത്തിൽ ഈ 2 ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇനിയൊരു 3-4 പടം ഉണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ.
ഈ സാംസാർ എങ്ങനെയാണ്? ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളിയുടെ പാട്ടുകൾ. സാം സാറിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് ടൈമിൽ മാത്രമേ അങ്ങനെ അധികം സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പുള്ളി എങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഹീസ് എ നൈസ് ഗൈ. ഭയങ്കര പാവമാണ്. പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സാർ അവിടെയായിരുന്നു കേട്ടോ. പുള്ളി ചെന്നൈയിൽ, ഞാനിവിടെ കൊച്ചിയിൽ റെക്കോർഡ് ചെയ്തത്. ഭയങ്കര പേഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. ശങ്കർ മഹാദേവൻ സാറ് അതേ മീറ്റ് ചെയ്തിരുന്നു? ഇല്ല, ബോംബെ റെക്കോർഡ് ഇവിടെ നിന്നാണ് ചെയ്ത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ബാന്ദ്രയിലൂടെ കടന്നു വന്ന ഒരു ഗായിക എന്ന് പറയാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾക്ക് ഒരു അഭിമാനം അതാണ്. അപ്പൊ അതിലൊരു പാട്ട് പാടാതെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്റെ ഫസ്റ്റ് ഇറങ്ങിയ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പാട്ടാണ്. അതെ. അപ്പൊ അത് തന്നെ ഇത്രയും വലിയൊരു ഹിറ്റായി 9 lakhs ആയി ഇപ്പം വ്യൂസ്. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ അത് പാടാണ്ട് പോയി ശരിയാവില്ലല്ലോ. അപ്പൊ നമുക്ക് അത് കേൾക്കാം. ഓക്കെ. ഓ മണിക്കുരുവി മഹൽക്കുരുവി മൻ കി റാണി എൻ മണിമാരൻ നഗധീരൻ രാജാവാരും ഓ രജകുലത്തിൻ കൊടി പറക്കും അൽവാത്തേരിൽ നൂറഴകോടെന്നവൻ എന്നെ കാണാൻ വന്നു. റൗ റൗ രക രക റൗ റൗ രക രക റൗ റൗ രക രക റൗ റൗ രക രക. എനിക്ക് നക്ഷത്രയുടെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ഒരാളല്ല, പാട്ട് പാടുന്ന സമയത്ത് വേറൊരാളായിട്ട് ശരിക്കും നക്ഷത്ര എല്ലാം പറഞ്ഞു വേറൊരാളായിട്ട് എനിക്ക് അതിലേക്ക് ലയിച്ചു പോവാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ വേറൊരു നമ്മൾ എന്താ പറയാ, പാട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ വാലന്റൈൻസ് ഡേ ആണ്, അത് മറക്കരുത്. ഞാൻ അന്ന് പിടിവിട്ടു പോയി. നമ്മൾ ഈ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നക്ഷത്രം അങ്ങോട്ടാണോ ഐ ലവ് യു പറഞ്ഞ, ആള് ഇങ്ങോട്ടാണോ ഐ ലവ് യു? പറഞ്ഞിട്ടേ ഇല്ല. രണ്ടുപേരും പറഞ്ഞിട്ടില്ല. സത്യമായിട്ട് എനിക്ക് തോന്നില്ല ഇപ്പൊ അങ്ങനെ എല്ലാരും ഐ ലവ് യു എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് വേണ്ടല്ലോ നമുക്കിപ്പോ ഒരാൾ ഇഷ്ടമാണെന്ന് മനസ്സിലാവാൻ. പിന്നെ എങ്ങനെയാണ് പറയാ? പിന്നെ എങ്ങനെയാ? അല്ല, ഐ ലവ് യു എന്ന് പറയാതെ എങ്ങനെയാ പറയാ ഒരാളെ ഇഷ്ടമാണ്? അതന്നെയല്ല ഐ ലവ് യു എന്ന് പറയണത്. അങ്ങനെ നമ്മൾ ഐ ലവ് യു എന്നൊന്നും പറയില്ല. ഇല്ല, അത് നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് നമ്മൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും രീതിയിലൂടെ നമ്മൾ പറയും. അത് അല്ലാതെ ഐ ലവ് യു എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇനി പക്ഷെ വേറൊരു കാര്യം, നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞാല് ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ 2 വർഷം കഴിഞ്ഞുള്ള വാലന്റൈൻസ് ഡേക്ക് നിങ്ങളിപ്പോ പാരീസിൽ ഇതേപോലെ ഇരിക്കുകയാണ്. നക്ഷത്രയുടെ പാർട്ട്ണർ ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളി അപ്രതീക്ഷിതമായിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗ് എടുത്തിടുമ്പോ നക്ഷത്രം പറയില്ല ഐ ലവ് യു എന്ന്? പറയുമല്ലേ? അപ്പൊ നക്ഷത്രം എനിക്കിഷ്ടാണ് എന്നല്ലല്ലോ പറയാ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അത് ഫ്യൂച്ചർ അല്ലേ, ഞാൻ ഈ പാസ്റ്റിലെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞുകൂടായികയില്ല പറയുന്നത്. നമ്മളിപ്പോ മലയാളികൾ കൂടുതൽ ഭയങ്കര രസകരമായിട്ട് ഓർക്കുന്ന ഒരു ലവ് സീനാണ് നമ്മളെ വന്ദനം മൂവിയില്. ഗാഥ എങ്കിലും എന്നോട് പറയാ ഐ ലവ് യു എന്ന് പറയാന്ന് പറയുന്നുണ്ടല്ലോ. കണ്ടില്ലേ? അപ്പൊ എന്നാ എങ്കിലും എന്നോട് ഒരു 5 തവണ പറ ഐ ലവ് യു. 5 സ്റ്റൈലിലായിരിക്കണം, 5 ഒരേപോലെയാ വരുന്നത്. ഏതാ നല്ല വെറുതെ രസല്ലേ നോക്കണ്ടേ? എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ നോക്കി പറഞ്ഞാൽ മതി. നല്ല ഓക്കെ ഒരു 5 തവണ പറയും. 5 സ്റ്റൈലില് പറയണം. ഐ ലവ് യു. അത് കലക്കി. ഐ ലവ് യു 2 ഇനി 3 കുറച്ചുകൂടി ഫീല് വരട്ടെ കുട്ടി. ഇതൊക്കെ ഓടിപ്പോ. ഇനി 2 ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇല്ല ഇനി 2 ഉണ്ട്. വേറെ ഭാവത്തിൽ വേറെ ഭാവം. ഐ ലവ് യു. കുറച്ച് പവർ. ഇനി എന്താ ചെയ്യാ? ഇനി ഒന്നുകൂടി മതി. ഇനി ഒന്നുകൂടി അല്ലേ? ഐ ലവ് യു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയത് 3ാമത് പറഞ്ഞാണ്. കയ്യില് റോസപ്പൂ ഉണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ അതിനൊരു ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത പാട്ട് പോരട്ടെ? അടുത്ത പാട്ട്. പണ്ടേതോ രാജത്തിൽ രാജകുമാരി
മന്ത്രികുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങളിൽ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു സയ്യാവേ 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 സയ്യാവേ. ഓക്കെ, നക്ഷത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുന്നു ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. പക്ഷെ പൊതുവെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കൂടി പലരും അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളുടെ ഗണത്തിലൊന്നും ഈ പാട്ടിന് അങ്ങനെ പറയാറില്ല. പക്ഷെ നല്ലൊരു പാട്ടാണ്, കേട്ടിരിക്കുമ്പോ ഭയങ്കര സുഖമുള്ള പാട്ടാണ്. ഇതിന്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ഉണ്ട്, ഒരു അരവിന്ദ് വേണുഗോപാലിന്റെ ഒരു വേർഷൻ. അതെനിക്ക് ഭയങ്കര, അത് കേട്ടിട്ട് ഞാൻ ശരിക്കും ഈ പാട്ട് കൂടുതൽ ഓക്കെ ഓക്കെ. പഴയ പാട്ടുകളൊക്കെ കൂടുതലായിട്ട് കേൾക്കാറുണ്ടോ നക്ഷത്ര? പഴയ ഒരുപോലെ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ ഞാൻ പഴയ പാട്ടുകളും കേൾക്കാറുണ്ട്. അപ്പൊ മ്യൂസിക്കിലേക്ക് എങ്ങനെയാണ്, എത്ര വയസ്സ് മുതൽ വന്നിട്ടുണ്ട് മ്യൂസിക്? ആക്ച്വലി ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഇപ്പം CBSE ആയിരുന്നു ഞാൻ പഠിച്ച ഹൈസ്കൂൾ വരെ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് സ്കൂളിലുള്ള കോമ്പറ്റീഷൻ മാത്രം. പിന്നെ സഹോദരിലൊന്നും അങ്ങനെ പോയിട്ടില്ല, ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല. പിന്നെ ഹൈസ്കൂൾ വന്നപ്പം ഞാൻ NSSലേക്ക് മാറി. അപ്പം നിർമ്മലയിലും NSSലൊക്കെ പഠിച്ചത്. അപ്പം അവിടെ 2 സ്കൂളിൽ നിന്നും എനിക്ക് കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ പറ്റി. ആ സമയത്താണ് പിന്നെന്താ പാട്ട് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ തോന്നിയത്. അന്നേരവും ഞാൻ കരിയർ ഇതാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഇഷ്ടമുണ്ട് പാടാൻ, ആൻഡ് ഓൾസോ പാടാൻ എന്നുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. ആ ഒരു ഇതിൽ ഞാൻ പാടാൻ തുടങ്ങിയതാ. ഞാൻ സംഗീത കലാക്ഷേത്ര, കേരള സംഗീത കലാക്ഷേത്രത്തില് റോസ് ഹാൻസ് ടീച്ചറാണ്. അപ്പോ ടീച്ചറുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് കലോത്സവത്തിനൊക്കെ ടീച്ചർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആയാലും ലൈറ്റ് മ്യൂസിക് ആയാലും ഒക്കെ ടീച്ചറാണ് പഠിപ്പിക്കുക, ഐ മീൻ ട്രെയിൻ ചെയ്യിപ്പേ. പഠിക്കും, ഞാൻ തന്നെ പഠിക്കും, പക്ഷെ അത് കറക്റ്റ് ചെയ്തിരുന്ന ടീച്ചറാണ്. പിന്നെ എപ്പോഴും പരിപാടിക്കൊക്കെ കൂടെ വരും, ഭയങ്കര നൈറ്റ് സപ്പോർട്ടാണ്. എപ്പോഴാണേലും പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴാണേലും ഒത്തിരി ഹാപ്പിയാ ടീച്ചർ. ഫാമിലി ഇല്ലെങ്കിൽ ഞാനേ ഇല്ല, കാരണം ഇപ്പോഴാണെങ്കിൽ പോലും കണ്ടില്ലേ അവരാണ് ഇവിടെ വന്നത്. എല്ലായിടത്തും കൊണ്ടുപോകാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പം അമ്മയാണേലും അച്ഛനാണേലും. അച്ഛൻ ലീവ് എടുത്തിട്ട് വേണേലും അച്ഛൻ വരും, എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ ലീവൊന്നും അങ്ങനെ കിട്ടില്ല, പക്ഷെ എന്നാൽ പോലും അച്ഛൻ അത്ര എഫേർട്ട് എടുത്ത് എൻ്റെ പ്രോഗ്രാം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന് എന്നിലൂടെ അച്ഛന്റെ സ്വപ്നമാണ് അതെന്താ അച്ഛന് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടും? അച്ഛന് വേണ്ടിട്ട് എൻ പൂവേ പൊൻപൂവേ എന്നും പാടല്ലേ, സൂര്യനായി തഴുകി എന്നും പാടരുത്, കാരണം ഇന്ന് വാലന്റൈൻസ് ഡേ. രണ്ടുപേർക്കും കൂടി അവരുടെ പ്രണയം വീണ്ടും തളിർത്ത് പൂത്ത് സുരഭിലമാവാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു പാട്ട്. പഴയ പാട്ട് വേണോ? പഴയതായിക്കോട്ടെ, അവർക്ക് കുറച്ചുകൂടി അതായിരിക്കുമല്ലോ ഇഷ്ടം.
അച്ഛനും അമ്മയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു സമ്മാനം ഈ ഒരു ദിവസം നമുക്ക് കൊടുക്കാനുണ്ടോ? വേറെ ഒന്നുമില്ല അല്ലേ? എന്റേലും ഇത് മാത്രമല്ല. അത് നല്ല എക്സ്ട്രീം ലെവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ നിങ്ങളൊക്കെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഇപ്പൊ കുറെ ബോയ്സ് ഉണ്ടാവില്ല, അപ്പൊ ഈ പൂവാലന്മാരെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഭയങ്കര രസമാണ്. ചിലര് പറയും അവന്റെ ഒരു നോട്ടം ശരിയില്ല, അവന്റെ നോട്ടം നോക്കണം പറയാറില്ല. നോക്കണതൊക്കെ അവരുടെ ഇഷ്ടം. നമുക്കിപ്പോ അവരെടുത്ത് നോക്കരുത് എന്ന് പറയാൻ പറ്റുമോ? അത് അവരുടെ കണ്ണ് അവര് നോക്കുന്നു, നമ്മളെപ്പോ നോക്കരുത് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നോട്ടം ഒന്നും പ്രശ്നമില്ല, പക്ഷെ അത് വേറെ രീതിയിലേക്കൊക്കെ വരുമ്പോ കമന്റ് പറയാം, അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. അതൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ അങ്ങനെ നോക്കിയെന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, നോക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കാറുണ്ട് ശരിക്കും? പിന്നെ നമ്മള് കണ്ടേ, ഞാൻ കൂടുതലും പെൺകുട്ടികളെ നോക്കാറ്. കാരണം നമുക്ക് ഇവരുടെ ആക്സസറീസ്, ഇവരുടെ ഡ്രസ്സ്, ഇവരുടെ ചെരുപ്പ്, പൊതുവേ ഗേൾസ് എല്ലാവരും ഇതേപോലെ ആയിരിക്കും. നമ്മള് ബോയ്സിനെ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഗേൾസിനെ ഒബ്സർവ് ചെയ്യാം. കാരണം അവര് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത്, അവരെന്താണ് ഇട്ടേക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങളെ നോക്കാറില്ല. നമ്മളിപ്പോ ഇതൊക്കെ ഇട്ട് വന്ന് വരുന്നവര് അല്ല, അങ്ങനെ ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞേ. ബട്ട് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുക പെൺപിള്ളേരായിരിക്കും, കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ആരോടെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ കുറച്ച് റോങ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? നക്ഷത്രയ്ക്ക് അമിത ആരാധന മൂത്ത ആരെങ്കിലും കൂടുതലായിട്ട് അടുത്ത് വരാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയോ ചെയ്തു? ഇൻ പേഴ്സൺ, അതായത് ഇപ്പം എന്റെ മുന്നിൽ നേരിട്ട് വന്ന് അങ്ങനെ ഇതുവരെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ഒക്കെ ആവുന്ന സമയത്ത് മെസ്സേജ് വരും, കുറേ നമ്മൾക്കിങ്ങനെ കുറേ ടെക്സ്റ്റ് വരും. പക്ഷെ അതൊക്കെ പിന്നെ അതിന്റെ രീതിയിൽ അങ്ങ് നമ്മൾ ഇഗ്നോർ ചെയ്യാന്നല്ലാതെ പ്രശ്നമാക്കാൻ. ഏതാ പറയും? അതെന്താ അറിയാ, ഇൻസ്റ്റാഗ്രാമിൽ ഞാന് നക്ഷത്രനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് മെസ്സേജ് ചെയ്തിട്ട് 3 ആഴ്ച 4 ആഴ്ച. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ഇൻവൈറ്റ് എന്നെന്തോ പറഞ്ഞു. എനിക്ക് ആരുടെ റിക്വസ്റ്റ് വരുന്നില്ല. ഞാൻ എന്നിട്ട് റിക്വസ്റ്റ് വെറുതെ പോയി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് റിക്വസ്റ്റ് മെസ്സേജ് കാണുന്നേ. അതുകൊണ്ട് എന്തോ പറ്റിയതല്ല. അത് ഞാൻ വിചാരിച്ചു എന്നെ ആ ലിസ്റ്റിൽ എങ്ങനെ മാറ്റിയിട്ടത് കാരണമാണ്. അയ്യോ, ചേട്ടൻ അതിനെന്താ അയച്ചേ? ഹലോ നക്ഷത്ര എന്തോ അല്ല അയച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അയച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല, ലൈക്ക് നമ്മളടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ച് നമ്മളോട് മിണ്ടാനിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ആൾക്കാരെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ അങ്ങനെ വലിയ ശല്യമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വളരെ ഇനി അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അപ്പൊ ഈ പ്രണയ ഉണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാ പോലെ, അത്രേ ഉള്ളൂ. അപ്പൊ പ്രണയ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ പ്രണയിക്കുന്ന ആളുമായിട്ട് കൂടുതൽ സമയം ഷെയർ ചെയ്യണം എന്നുള്ളതാണ് നക്ഷത്രയുടെ ഒരു ആഗ്രഹം. ഇപ്പൊ ചിലര് പറയും ഒരു താഴെപ്പുഴ, വലിയൊരു മലഞ്ചെരുവില് ഒരു ചെറിയ കുടില് ഞാനും അവളും ഇങ്ങനെ തനിച്ചിരിക്കണമെന്ന് ചിലര് പറയും. ചിലര് പറയും ഇപ്പൊ ബുർജ് ഖലീഫേന്റെ ഏറ്റവും ടോപ്പിൽ ഉള്ള ഒരു റൂം എടുത്തിട്ട് അവിടെ നിന്ന് അവളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ചിലര് പറയും കപ്പലിൽ ടൈറ്റാനിക്കിൽ ജാക്ക് റോസ് ഒക്കെ നിൽക്കണ പോലെ നിൽക്കണം. അങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നക്ഷത്രയ്ക്കുള്ള ഒരു സ്വപ്നം എന്താണ്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയും. എനിക്കുള്ളൊരു സ്വപ്നം എന്താണെന്നറിയോ? എനിക്ക് കുറെ കാലമായിട്ടോ എനിക്കുള്ളൊരു ആഗ്രഹം കേട്ടോ. എനിക്ക് എന്താ, ഇപ്പം ആരല്ല എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ഞാനും നമ്മൾ ഈ പാരീസിൽ പോകണം. എനിക്ക് ഈഫൽ ടവറിന്റെ ഫ്രണ്ടിൽ രാത്രി പോയിട്ട് ഫോട്ടോ എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാനിപ്പോ പക്ഷെ നീ ഇപ്പൊ വലിയൊരു ചെലവ് എനിക്ക് ചെയ്യാനുണ്ട്. എന്താ അറിയാ, ഞാനിപ്പോ പാരീസിനെ കുറിച്ച് എവിടെ ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു. കാരണം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ സ്വിറ്റ്സർലൻഡ്. എനിക്ക് ഇവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഈ സ്ഥലങ്ങളെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗ്രീസിലൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഷാന്തോറിനിയാന്ന് തോന്നുന്നു. അവിടെയൊക്കെ പോകണം, പേര് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അതൊക്കെ കാണുമ്പോ അവിടെ ഇങ്ങനെ പോകണം എന്നൊക്കെ തോന്നും. പുള്ളിയുടെ കൂടെ തന്നെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ എന്ത് രസമാണ്, ആരെയും കൂടെ വേണ്ട. പിന്നെ ഞാൻ ഇടയ്ക്ക് അമ്മയോട് പറയും, എനിക്ക് ആരും കിട്ടിയില്ല ഞാൻ അമ്മേനെ കൊണ്ട് പോകും. അമ്മയ്ക്കാണ് വേണ്ടി. എന്തായാലും നക്ഷത്രയ്ക്ക് അങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടട്ടെ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാൻ പറ്റട്ടെ. നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് അന്ന് ഇവിടെ വന്ന് ഇത്രയും പാട്ടുകളൊക്കെ പാടി ഇത്രയും വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്ന വലിയ കാര്യല്ലേ. എനിക്ക് എന്താ അറിയില്ല, വെറുതെ ചിരി വരിക. നല്ലതാണ്. അല്ല എന്താ അറിയോ, ഇന്നിപ്പോ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാവും. ഇപ്പൊ അവര് ഒരു ഭൂരിഭാഗം പേര് നമ്മളെ പരിപാടികളൊക്കെ കാണും.
അപ്പൊ അവരൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ നക്ഷത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലേ? ആ, അപ്പൊ എന്തായാലും നക്ഷത്രയുടെ എല്ലാ പ്രണയ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓക്കെ, അപ്പൊ നക്ഷത്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആളോട് എനിക്ക് പറയാനുള്ളത് ഹാപ്പി വാലന്റൈൻസ് ഡേ. പിന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയാം. ഞാൻ കാണിച്ചെന്നില്ലേ, അതുപോലെ അതേപോലെ അതെ, ഞാൻ ട്യൂട്ടോറിയലൊക്കെ തന്നിട്ടുണ്ട്. പല രീതിയിൽ എങ്ങനെ റോസ് പിടിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളും റോസ് വെറുതെ പിടിച്ചിട്ട് റോസ് ഒക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളതല്ലേ, റോസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര. ഞാൻ ഓർത്തേ ഉള്ളൂ ഇവിടെ റോസ് ഇല്ലല്ലോ എന്ന്. പിന്നെ എനിക്ക് അത് സങ്കടം മാറിയത് ഈ കോസ്റ്റ്യൂം കണ്ടപ്പോഴാണ്. ഏകദേശം ഒരു ചെറിയ റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്ന ഭയങ്കര റോസ്. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോ അവിടെ എനിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് സ്റ്റേജിലോട്ട് വിളിച്ചപ്പോ എനിക്ക് റോസ തന്നെ. അപ്പൊ എനിക്ക് റോസ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. അത് എന്നിട്ട് എവിടെ കളഞ്ഞത്? ഇല്ല, വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട്. എനിക്ക് റോസ് പൂ ഇവിടെ ഇല്ലാത്തതിൽ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഡ്രസ്സിൽ ഒരു ചെറിയ റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ ആയതുകൊണ്ടാണ് ആ സങ്കടം മാറിയത് എന്നാണ്. സന്തോഷായില്ലേ? സന്തോഷായി. ആയിക്കോട്ടെ, അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം. വാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാട്ടാണിത്. എനിക്ക് ചെറിയൊരു കഥ അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. ഇനി എല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ പ്രണയിച്ച് കൊതി തീരാത്ത, പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും പ്രണയിക്കാൻ പോകുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും 1000 പ്രണയദിന ആശംസകൾ നേരെയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ.